BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വേനൽ ചൂട് പ്രമാണിച്ചുള്ള തൊഴിൽ നിയന്ത്രണം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ രാജ്യത്തുടനീളമുള്ള നിർമ്മാണ സൈറ്റുകളിൽ ഇതുവരെ 6200-ലധികം സന്ദർശനങ്ങൾ ലേബർ ഇൻസ്പെക്ടർമാർ നടത്തിയെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 5 നിയമലംഘനങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയതെന്ന് തൊഴിൽ മന്ത്രി ജമീൽ ഹുമൈദാൻ അറിയിച്ചു. തൊഴിൽ നിയന്ത്രണം സൂര്യാഘാതം നേരിടുന്ന രീതിയിൽ ഏത് ജോലി ചെയ്യുന്നവർക്കും ബാധകമാണ്. സൂര്യാഘാതം നേരിട്ടേൽക്കുന്ന ജോലി ചെയ്യുന്നവർ 2 മാസക്കാലം ഉച്ചയ്ക്ക് 12 മുതൽ 4 മണി വരെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കണം. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് നിയന്ത്രണം. ചൂട് വർദ്ധിക്കുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പുറത്തെ സൈറ്റുകളിൽ ഉച്ചയ്ക്ക് 12 മുതൽ 4 മണി വരെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ലെന്നതാണ് മന്ത്രാലയത്തിന്റെ ഉത്തരവ്. നിയമലംഘനം കണ്ടുപിടിക്കപ്പെട്ടാൽ 3 മാസത്തിൽ കൂടാത്ത തടവ് ശിക്ഷയോ 500 ദിനാർ മുതൽ 1000 ദിനാർ വരെ പിഴയോ ചുമത്തും. 2 ശിക്ഷയും ഒരുമിച്ചും ലഭിക്കും. 2007 മുതൽ ഉച്ചവിശ്രമ നിയമം നിലവിലുണ്ട്. തൊഴിലാളികളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന ഉഷ്ണതരംഗങ്ങളും തീവ്രമായ താപനിലയും കൊണ്ട് ആഗോള കാലാവസ്ഥാ സാഹചര്യം മാറിയ സാഹചര്യത്തിൽ നിയമം കർശനമായി പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മതിയായ നടപടികൾ കൈക്കൊള്ളാൻ കമ്പനികളോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. തൊഴിലാളികൾക്ക് പ്രഥമ ശുശ്രൂഷയും സുരക്ഷയും സംബന്ധിച്ച പരിശീലനം നൽകണം. തൊഴിലാളികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഒന്നിലധികം ഭാഷകളിലുള്ള മാർഗനിർദ്ദേശ ലഘുലേഖകളും ബ്രോഷറുകളും വിതരണം ചെയ്തിട്ടുണ്ട്. വേനൽക്കാല രോഗങ്ങളും അപകടങ്ങളും തടയുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി 32265727 എന്ന ഹോട്ട്ലൈൻ ആരംഭിച്ചു. നിരോധനം സെപ്റ്റംബർ വരെ നീട്ടണമെന്നും ട്രേഡ് യൂണിയനുകളും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടലിൽ അപകടത്തിൽപ്പെട്ട 2 പേരെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. സാങ്കേതിക തകരാർ മൂലമാണ് ഡ്രൈവിംഗിനിറങ്ങിയവർ അപകടത്തിൽപ്പെട്ടത്. കിങ് ഫഹദ് കോസ്വേക്ക് സമീപമായിരുന്നു സംഭവം. 2 പേരും സുരക്ഷിതരാണെന്നും കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ഷെയ്ഖ് സൽമാൻ ഹൈവേയിൽ ഇസ ടൗണിന് സമീപം വാഹനാപകടം. സെഹ്ലയിലേക്കുള്ള പാതയിൽ 2 വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്നും ട്രാഫിക് അധികൃതർ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ 6 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ബഹ്റൈൻ. കഴിഞ്ഞ വർഷത്തെ 63-ാം സ്ഥാനത്ത് നിന്ന് രാജ്യം 57-ാം സ്ഥാനത്തെത്തി. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ നൽകിയ രേഖകളിൽ നിന്നാണ് ഹെൻലി ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകൾ നിർണ്ണയിക്കുന്നത്. ബഹ്റൈൻ പാസ്പോർട്ടുള്ളവർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണം 87-ലെത്തിയതോടെയാണ് ആഗോള പട്ടികയിൽ രാജ്യം മുന്നേറിയത്. ഈ വർഷത്തെ ബഹ്റൈന്റെ റാങ്കിംഗ് സൂചിക ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്നതാണ്. 62-ാം സ്ഥാനത്ത് നിന്ന് 53-ാം സ്ഥാനം മറികടന്ന് UAE ആണ് 9-ാമതെത്തിയത്. UAEയുടെ പാസ്പോർട്ടുള്ളവർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണം 185-ലെത്തിയിട്ടുണ്ട്. 2006-ൽ പുറത്തുവിട്ട സൂചികയിൽ UAE പാസ്പോർട്ടുമായി വിസ ഫ്രീയായി സഞ്ചരിക്കാവുന്ന രാജ്യങ്ങളുടെ എണ്ണം 152 ആയിരുന്നു. സിംഗപ്പൂർ പാസ്പോർട്ടാണ് പട്ടികയിൽ 1-ാമത്. 195 രാജ്യങ്ങളിലേക്ക് സിംഗപ്പൂർ പാസ്പോർട്ടുമായി വിസ ഫ്രീയായി യാത്ര ചെയ്യാനാകും. 192 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന പാസ്പോർട്ടുമായി ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് 2-ാം സ്ഥാനത്ത്. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഏർപ്പെടുത്തിയ അന്നപൂർണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഭക്ഷണശാലകൾക്ക് അപേക്ഷിക്കാമെന്ന ഇന്ത്യൻ എംബസി. ഇന്ത്യൻ പാചകരീതികളും പാചക പാരമ്പര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മികച്ച രീതിയിൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റുകൾക്ക് അന്നപൂർണ സർട്ടിഫിക്കറ്റ് എംബസി നൽകുന്നത്. ഇന്ത്യൻ വിഭവങ്ങൾ പരിചയപ്പെടുന്നതിലും സാംസ്കാരിക വിനിമയം വർദ്ധിപ്പിക്കുന്നതിലും ഭക്ഷണശാലകൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്നതിനാൽ ഇന്ത്യൻ പാചകരീതിയുടെ ആഗോള അംബാസിഡർമാരായി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന റെസ്റ്റോറന്റുകൾ അംഗീകരിക്കപ്പെടും. ഷാബു എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് കടത്തിയ കേസിൽ 40-കാരനായ ഏഷ്യക്കാരൻ ബഹ്റൈനിൽ അറസ്റ്റിലായി. ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് ഷാബു എന്നറിയപ്പെടുന്ന മെത്താഫെറ്റാമിൻ അടങ്ങിയ 3 ബാഗുകൾ കണ്ടെത്തി. 30 ഗ്രാം മയക്കുമരുന്ന് അടങ്ങിയ ബാഗ്, 53.8 ഗ്രാം മയക്കുമരുന്ന് അടങ്ങിയ 20 ബാഗുകൾ, 5 ഇലക്ട്രോണിക് സ്കെയിലുകൾ, 2 ടാപ്പുകൾ, പൊതിയുന്ന പേപ്പർ, മയക്കുമരുന്ന് പാക്കേജിന് ഉപയോഗിക്കുന്ന ബാഗുകൾ എന്നിവ കണ്ടെത്തി. ബെഡിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. മയക്കുമരുന്ന് പ്രത്യേക സ്ഥലങ്ങളിൽ എത്തിച്ച ശേഷം ആ സ്ഥലം വാങ്ങുന്ന
അറിയാവുന്നയാളെ അറിയിക്കുകയായിരുന്നു ഇയാളുടെ രീതി. വാട്സപ്പ് വഴി മറ്റു വ്യക്തികളുമായി മയക്കുമരുന്ന് ഇടപാടുകൾ ചർച്ച ചെയ്യുകയും മയക്കുമരുന്നിന്റെ ഫോട്ടോകളും വീഡിയോകളും പങ്കുവയ്ക്കുകയും ചെയ്തതായും കണ്ടെത്തി. ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ 36 വയസ്സുള്ള ഏഷ്യക്കാരിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബഹ്റൈൻ കേരളീയ സമാജം ഓണാഘോഷമായ ശ്രാവണം 2024 ഇന്നലെ വൈകുന്നേരം 8-ന് സമാജം അങ്കണത്തിൽ ഓണ വിളംബരത്തോടെ നടന്നു. ശ്രാവണം ഓഫീസ് ഉദ്ഘാടനത്തോടെ ഈ വർഷത്തെ 2 മാസത്തോളം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് തുടക്കമായെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അറിയിച്ചു. കേരളീയ പാരമ്പര്യവും കലാപരമായ പുതിയ പരീക്ഷണങ്ങളും ചേർന്ന വൈവിധ്യം നിറഞ്ഞ ഓണാഘോഷമാണ് ഇത്തവണ ശ്രാവണത്തെ ബഹ്റൈനിലെ ഓണാഘോഷങ്ങളിൽ നിന്ന് സമാജം ഓണാഘോഷത്തെ വ്യത്യസ്തമാക്കുക. ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ചെണ്ടമേളം, തിരുവാതിര തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും. കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള കടൽ ചെമ്മീൻ കയറ്റുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ വിലക്കിൽ പ്രശ്നപരിഹാരത്തിന് കടമ്പകളേറെ. 2019 നിരോധനം വന്നതെങ്കിലും ഇതൊഴിവാക്കാനുള്ള കാര്യക്ഷമമായ ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തിയില്ല. മത്സ്യമേഖലയിൽ നിന്ന് ഇത് സംബന്ധിച്ച് ആവശ്യമുയർന്നെങ്കിലും വിഷയം സജീവ ചർച്ചയായി. കേന്ദ്ര ഇടപെടൽ സാധ്യമാക്കാൻ സംസ്ഥാനത്തിനും സാധിച്ചിട്ടില്ല. ചെമ്മീൻ കയറ്റുമതിയിൽ വലിയ ഇടിവുണ്ടായതോടെ കഴിഞ്ഞ ദിവസം സർക്കാർ യോഗം വിളിച്ചിരുന്നു. യോഗത്തിൽ പ്രശ്നം കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ പ്രതിനിധി സംഘത്തെ അയക്കാനാണ് തീരുമാനിച്ചത്. അമേരിക്കൻ നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ വില കുറച്ചു വാങ്ങുന്നത് കേരളത്തിലെ മത്സ്യ കയറ്റുമതി രംഗത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറിഞ്ഞ് നടൻ അർജുൻ അശോകൻ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. അർജുൻ അശോകന് പുറമെ സംഗീത് പ്രതാപ്, മാത്യു തോമസ് എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കൊച്ചി MG റോഡിൽ വെച്ചായിരുന്നു കാറ് തലകീഴായി മറിഞ്ഞത്. വഴയിൽ നിർത്തിയിട്ടിരിക്കുന്ന 2 ബൈക്കുകളിൽ കാറ് തട്ടി മറ്റ് 2 പേർക്കും പരിക്കേറ്റിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബ്രൊമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു അപകടം. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ തർക്കം. അർജുൻ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥ് നായിക് എന്നിവർക്കായി നടത്തുന്ന തിരച്ചിൽ ഉദ്ദേശിച്ച ഫലം ചെയ്യില്ലെന്ന നിലപാടിലാണ് നാവികസേനയും കർണാടക സർക്കാരും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കേരള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ നടന്ന അവലോകന യോഗത്തിൽ രക്ഷാപ്രവർത്തക സംഘം ഇനിയും തിരച്ചിൽ നടത്തുന്നതിന്റെ അപ്രായോഗികതയെ ഉന്നയിച്ചായിരുന്നു വിവരം. എന്നാൽ കേരളത്തിന്റെ പക്ഷത്തു നിന്ന് സംസാരിച്ച മന്ത്രി റിയാസ് തിരച്ചിൽ തുടരണമെന്നും പുതിയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. നിപ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട്, ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തിയ ഫീൽഡ് സർവേ സംസ്ഥാനത്തിന് പുതുമാതൃകയായി. 27,908 വീടുകളിലാണ് ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകർ 5 ദിവസം കൊണ്ട് സർവേ പൂർത്തിയാക്കിയത്. ഇതിൽ 1350 പനി ബാധിതരെ കണ്ടെത്തുകയും നിപ കൺട്രോൾ സെല്ലിലെ കോൺടാക്ട് ടീമിനെ അറിയിക്കുകയും ചെയ്തു. 239 സംഘങ്ങളായി നടത്തിയ ഫീൽഡ് സർവേയിൽ 1707 വീടുകൾ പൂട്ടിക്കിടക്കുന്നതായും കണ്ടെത്തി. പാണ്ടിക്കാട് പഞ്ചായത്തിൽ 144 സംഘങ്ങളിലായി 14,500 വീടുകളിലാണ് സർവേ പൂർത്തിയാക്കിയത്. ഇതിൽ 944 പേർക്ക് പനിയുള്ളതായും കണ്ടെത്തി. ആനക്കയം പഞ്ചായത്തിൽ 95 സംഘങ്ങൾ 13,408 വീടുകളാണ് സന്ദർശിച്ചത്. ഇതിൽ 406 പേർ പനിയുള്ളവരായും കണ്ടെത്തി. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകളിൽ ബാഗില്ലാ ദിനങ്ങൾ നടപ്പിലാക്കാൻ ആലോചനയുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ ബാഗുകളുടെ ഭാരം സംബന്ധിച്ച വ്യാപക പരാതികൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണിത്. പുസ്തകത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി എല്ലാ പാഠപുസ്തകങ്ങളും 2 ഭാഗങ്ങളാക്കിയാണ് വിതരണം ചെയ്യുന്നത്. ഒരു ഭാഗത്തിന് 100-120 പേജാണ് ഉണ്ടാവുക. ഭാരം കുറയ്ക്കുന്നതിൽ ഇത് സഹായകരമല്ലെന്ന വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ മാർഗങ്ങൾ തേടുന്നത്. നിലവിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ബാഗ് ഭാരം 1.6 മുതൽ 2.2 കിലോഗ്രാമാണ്. 10-ാം ക്ലാസ്സുകാരുടേത് 2.5 കിലോയ്ക്കും 4.5 കിലോയ്ക്കും ഇടയിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പമാണ് മാസത്തിൽ 4 ദിവസമെങ്കിലും ബാഗില്ലാ ദിനങ്ങൾ കൊണ്ടുവരുന്നതും സജീവമായി പരിഗണിക്കുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.